കാലെടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്നവരുമുണ്ട്. വളരെ വ്യക്തമായ വലിയ ഒരു ഉത്തരവാദിത്തമാണല്ലോ കുടുംബജീവിതം, അല്ലേ? നമ്മുടെ ഭാര്യ സന്താനങ്ങൾ ഇത് വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് നമുക്കറിയാം. കാരണം അവരെ നല്ല നിലയിൽ വളർത്തുക, അവർക്ക് മതപരമായ വിഷയങ്ങൾ നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ അവർക്ക് വേണ്ടി നാം അധ്വാനിക്കുക, ഇതെല്ലാം വലിയ മഹത്വങ്ങളാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ വ്യക്തമായി സാന്ദർഭികമായി ഞാൻ മനസ്സിലാക്കണം. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, പല പ്രവർത്തനങ്ങളെ കൊണ്ടും ഹജ്ജ്, സക്കാത്ത്, നിസ്കാരം പോലോത്ത അമലുകളെ കൊണ്ടൊന്നും പൊറുക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിലുള്ള നമ്മുടെ മഈശത്തിന്റെ വിഷയത്തിലുള്ള മശക്കത്ത്, നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാമ്പത്തിക ശേഷി വേണം. പക്ഷെ ആ സാമ്പത്തികമായി ഞാൻ അധ്വാനിക്കുമ്പോൾ ഒരുപാട് മശക്കത്ത് നമ്മുടെ ജീവിത മാർഗത്തിൽ പല മശക്കത്തും വരും. ആ ഒരു മശക്കത്ത് കാരണം നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഇപ്പോൾ നമ്മുടെ KMICയുടെ നല്ലൊരു ശതമാനം ശ്രോതാക്കളും പ്രവാസികളാണ്, അഥവാ ഗൾഫുകാരാണ്. അവരിൽ എത്രയോ പേര് പല സമയത്തും നമ്മുടെ റേഡിയോ ശ്രോതാക്കളൊക്കെയും വിളിച്ച് ഓരോ കാര്യങ്ങൾ ദുആ ചെയ്യാൻ പറയുമ്പോൾ അങ്ങേ അറ്റം സങ്കടം തോന്നും. കാരണം 3 കൊല്ലവും 4 കൊല്ലവും എന്നല്ല 6 കൊല്ലത്തോളമായി നാട്ടിലേക്ക് വരാത്ത ഒരുപാട് KMICയുടെ ശ്രോതാക്കളുണ്ട്. നോക്ക് നിങ്ങൾ, അവർക്കൊരു വിഷമം എത്രയായിരിക്കും. 6 കൊല്ലമായി തന്റെ ഭാര്യയെയും മക്കളെയും കാണാത്ത ഒരുപാട് ഗൾഫുകാരായ KMICയുടെ ശ്രോതാക്കൾ ഉണ്ട് എന്ന് ഒരു മൈക്കെടുക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ചിലപ്പം ദുആവൊക്കെ ചെയ്യുന്ന ഒരാള് എന്ന നിലക്ക് പലവരും വിളിച്ചു ഓരോ കാര്യങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ട്. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കരീം ബഹ്റൈനിയുടെ റൂമിൽ ഖാലിദ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. നല്ലൊരു ദീനീബോധം, ഞാൻ ഒരു സന്തോഷം കൊണ്ട് പറയാണ്. ചിലപ്പം അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു തഖ്വയിൽ അനിശ്ചിതമായ ജീവിതം ചിലപ്പം ഈ മൈക്കയെടുത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന എനിക്ക് പോലും എത്തിപ്പോകുകയില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ചിലപ്പം അദ്ദേഹം എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മുഖസ്തുതിയൊന്നും പറയല്ല. കരീം ബഹ്റൈനിയുടെ റൂമിലാണ് അദ്ദേഹം താമസം. അദ്ദേഹം ഏകദേശം 5.5 കൊല്ലമായി നാട് കണ്ടിട്ട് കോഴിക്കോടിനടുത്ത് പയ്യോലി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ട് തന്റെ കുടുംബവുമായി കുറച്ചുകാലം സന്തോഷം പങ്കുവെക്കാൻ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അതുപോലെ ഒരുപാട് പ്രവർത്തകരുണ്ട്. ഞാൻ പേര് പറയും, ഓർമ്മ വന്നത് ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. കാരണം 5.5 കൊല്ലമായി കഥവും വിഷമവും കാരണം. എന്നാൽ അത് വീടാനെല്ലാം ഒരുപാട് മാർഗങ്ങളുണ്ട് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എത്ര ഗൾഫുകാരങ്ങനെ ശ്രദ്ധിക്കുമെന്നാ ഞാൻ പറയുന്നത്. നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ ചിലപ്പം സാധിച്ചോളണമെന്നില്ല. കാരണം അല്ല, ഈ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പല സാധനങ്ങളും എത്തിച്ചു കൊടുക്കുക, അങ്ങനെ എത്തിച്ചു കൊടുത്താൽ നല്ല പൈസ കിട്ടും. പക്ഷെ അവിടെയെല്ലാം നടക്കുന്നത് വെറും അനാശാസ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടി വരുന്നവരെ സഹായിക്കലാകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ അത്തരം ജോലികളൊക്കെയും ഒഴിവാക്കി. അങ്ങനെ ഒരു നിലക്കും ഒരു ഹറാമാണെന്ന് ബോധ്യമുള്ള
ഒരു 10 പൈസ എനിക്ക് വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നതുകൊണ്ടാണ് 5.5 കൊല്ലം നാട് കാണാൻ പറ്റാത്ത അവസ്ഥ വന്നത്. ഞാൻ പറയുന്നത് നല്ലൊരു ദീനീ ബോധമാണ്. അതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ വലിയ വലിയ ഹോട്ടലിന്റെ മുൻഭാഗങ്ങളിലെല്ലാം നല്ല ഈ സ്റ്റോറുകൾ ബക്കാലകൾ നടത്തുന്ന പലവരും നമ്മുടെ KMICയുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ആ ഹോട്ടലിൽ വരുന്ന ചില സ്ത്രീകൾ അവരുടെ അനാശാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മറ്റു വസ്തുക്കളും ഈ സാധനങ്ങൾ എഴുതിയ ലിസ്റ്റിലുണ്ടാകും. അപ്പൊ അത് കൊടുത്തില്ലെങ്കിൽ കച്ചവടം മുടങ്ങും. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അത് കൊടുത്തില്ലെങ്കിൽ അവർ ആ സാധനം അവർ ഹറാമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. ഒരു ഹറാമായ വിഷയത്തിന് ഉപയോഗിക്കാനുള്ളൊരു വസ്തു വിൽക്കലും ഹറാമാണ്. അങ്ങനെയാണ് അതിന്റെ മസാല. അതൊക്കെ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് മുന്തിരിങ്ങ കച്ചവടമാണ് എന്ന് ഞാൻ സങ്കല്പിക്കുക. മുന്തിരിങ്ങ കച്ചവടം. എന്റെ അടുക്കൽ നിന്ന് ഒരാൾ മുന്തിരിങ്ങ വാങ്ങുന്നത് അദ്ദേഹത്തിന് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനാണ്. എനിക്ക് വിൽക്കാം. എനിക്കറിയാം അദ്ദേഹം എന്റെ അടുക്കൽ നിന്ന് മുന്തിരിങ്ങ വാങ്ങുന്നത് എന്തിനാണ്? ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനാണ്. എങ്കിൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് മുന്തിരിങ്ങ വിൽക്കാം. പക്ഷെ മറ്റൊരു വ്യക്തി എന്റെ അടുക്കൽ നിന്ന് മുന്തിരിങ്ങ വാങ്ങുന്നത് അദ്ദേഹത്തിന് കള്ളുണ്ടാക്കാനാണ്. എനിക്കറിയാം അദ്ദേഹത്തിന് ജ്യൂസ് ഉണ്ടാക്കലല്ല ലക്ഷ്യം. അദ്ദേഹത്തിന് കള്ളുണ്ടാക്കാനാണ്, ലഹരി വസ്തു ഉണ്ടാക്കാനാണ് എന്നിൽ നിന്ന് ഈ മുന്തിരിങ്ങ വാങ്ങുന്നത് എന്നറിഞ്ഞാൽ ആ മുന്തിരിങ്ങ വിൽക്കാൻ പാടില്ല അദ്ദേഹത്തിനാണ്. അല്ലെങ്കിൽ ഞാനൊരു എണ്ണ കച്ചവടക്കാരനാണ്, വെളിച്ചെണ്ണ കച്ചവടക്കാരനാണ് എന്ന് വെക്കുക. എന്റെ അടുക്കൽ നിന്ന് അദ്ദേഹം എണ്ണ വാങ്ങുന്നത് വീട്ടിൽ വപ്പടം പൊരിക്കാനും മീൻ പൊരിക്കാനുമാണ് എന്ന് വെക്കുക. എനിക്ക് അദ്ദേഹത്തിന് മുന്തിരിങ്ങ എണ്ണ വിൽക്കാം. നേരെ മറിച്ച് അദ്ദേഹം എന്റെ അടുക്കൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം അദ്ദേഹത്തിന്റെ അമ്പലത്തിൽ പോയി ദൈവത്തിന്റെ മുകളിൽ ഒഴിച്ച് ആ പ്രത്യേകമായ പൂജ നടത്താനാണ് എന്ന് എനിക്കറിയാം. എങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് എണ്ണ വിൽക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ മസ്അല തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ഈ ഗൾഫിലൊക്കെയും പല ഈ പല ഫാൻസി കടകളിലും പല വസ്തുക്കളും വിൽക്കുന്നുണ്ട് അല്ലേ, ഹറാമായ വസ്തുക്കൾക്ക്. അപ്പോൾ മദ്യം കൊണ്ടുവരുന്ന ലോറിയും മതിയിൽ പതില്ലേ? ചിന്തിക്കാൻ എന്താ സംശയം? പക്ഷെ ജീവിക്കാൻ പറ്റുമില്ല എന്നൊക്കെ വേറെ കാര്യം. മദ്യം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വാഹനം വാടകയ്ക്ക് കൊടുക്കുക പാടില്ലാന്നെന്നല്ല ഇതിന്റെ മസല. അത് കൈലാംശമുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. മഈശത്തിലുള്ള മശഖത്ത് അല്ലാഹു തആല ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുമ്പോ എന്താ അതിന്റെ ഗൗരവം? ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ എത്ര ആൾക്ക് ഇസ്ലാമിക രീതിയിൽ ജീവിക്കാൻ പറ്റും അല്ലേ? ഇതൊക്കെ ഞാൻ ചില മസലകൾ മാത്രമേ പറഞ്ഞത്. എന്റെ ഗൾഫുകാരായ ഒരുപാട് കച്ചവടക്കാരെ വിളിച്ചു ചോദിച്ചു, അങ്ങനെ എനിക്ക് ഉസ്താദെ കച്ചവടം മുന്നോട്ട് പോകൂല. കാരണം 5 സ്റ്റാർ ഹോട്ടലുകളിൽ വരുന്ന സ്ത്രീകൾക്ക് അവർക്ക് അനാശാസ പ്രവർത്തനം നടത്തേണ്ട, ഒറ്റവാക്ക് പറഞ്ഞപ്പോ എല്ലാവർക്കും തിരിയല്ലോ, കോന്തം പോലത്തത്. ചില പഴയ കാലത്തെ ഉസ്താദുമാരെ ഭാഷ പറഞ്ഞ കുറ്റിക്കുപ്പ എന്നും പറയാം. ഇതുമ്പാതെ ലീസ്റ്റിലുണ്ടാവും ഈ കഥയിലേക്ക് അവരുടെ റൂമിലേക്ക് എത്തിക്കാൻ പറഞ്ഞ ലീസ്റ്റിൽ ഈ അനാശാസ പ്രവർത്തനത്തിനുള്ള വസ്തുക്കളും അതിൽ എഴുതിയിട്ടുണ്ടാവും. എന്നാ അത് ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞാൽ ആ കച്ചവടം അവിടെ മുടങ്ങുകയാണ്. കാരണം എല്ലാം കിട്ടുന്ന കഥയിലേക്ക് അവർ ലീസ്റ്റ് കൊടുക്കുകയുള്ളൂ. അവർക്ക് എല്ലാം കിട്ടണം. ഇജി ഇസ്ലാമിക വശം നോക്കി ഈ ഹറാമായ പ്രവർത്തിക്കുള്ള ഈ വസ്തു ഞങ്ങൾക്ക് തരില്ല, എന്റെ പൂതിയെ ഞങ്ങൾ സാധനം വാങ്ങുന്നില്ല എന്ന് തീരുമാനിക്കും. അങ്ങനെ 4 ആൾക്കാർ സാധനം വാങ്ങാതിരുന്നാൽ പിന്നെ പീടിക പൂട്ടി വീട്ടിലേക്ക് പോരേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്നത് വളരെ ഈ ഒരു ഹലാലായ രൂപത്തിൽ 10 രൂപയുണ്ടാക്കി കുടുംബം പുലർത്തുക എന്നുള്ളത് വലിയ വിഷമാ. നമ്മുടെ മുസ്തഫ KSB നേരെ മുകളിൽ കൈയുയർത്തി നിൽക്കുന്നുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സാഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ചിലപ്പം ലൈന് പാസ്സായി കിട്ടാൻ നിയമവശത്തിൽ ഒരു മാർഗം ഉണ്ടാവൂല. നേരെ മറിച്ചൊരു 10 റുപ്യ ഒരു 10-500 കീശയിൽ വെച്ചു കൊടുത്താൽ നിയമം ലംഘിച്ച്, ഞാൻ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല പറഞ്ഞത്,
അങ്ങനെ കാശുണ്ടാക്കാനൊക്കെ പല മാർഗങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കാശ് വേണ്ട, എനിക്കങ്ങനെ ഒരു കൈക്കൂലി വാങ്ങി നിയമവിരുദ്ധമായി ഒരു ലൈന് വലിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു കണക്ഷൻ കൊടുത്തതിന്റെ പേരിൽ 10 രൂപ എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുമ്പോ ജീവിക്കാൻ പ്രയാസം ഉണ്ടാവും. പക്ഷെ ജീവിക്കാൻ പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കുടുംബം രക്ഷപ്പെടണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലു ലഹ്മിൻ നബത്ത മിനസ്സുഹ്തി കാനത്തിൻ നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ചു വളർന്നു വലുതായ ഏതു ശരീരവും അത് നരകം കൊണ്ട് ഏറ്റവും ബന്ധമായതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ സആ അലാ ഇയാലിഹി മിൻ ഹല്ലിഹി ഫഹുവ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. കുടുംബങ്ങളുടെ മേലിൽ, ഭാര്യ സന്താനങ്ങളുടെ മേലിൽ അനുവദനീയമായ നിലക്ക് ആരെങ്കിലും അധ്വാനിച്ചാൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്. അതുപോലെ തന്നെ ഹലാലായ മാർഗത്തിലൂടെ ദുന്യാവിനെ ആരെങ്കിലും തേടിയാൽ അവൻ നാളെ ആഖിറത്തിൽ ശുഹദാക്കന്മാരുടെ പദവിയിലാണ്. അപ്പൊ അതൊക്കെ വലിയ മഹത്വമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബപരമായ ജീവിതത്തിൽ വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലാവണം. അവർക്ക് മതപരമായ കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ പഠിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കുകയല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ. ശുദ്ധമായ ഖുർആനിന്റെ വളരെ വ്യക്തമായ ഒരു താക്കീത്, ഒരു ആഹ്വാനമാണ്. നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെയും ശരീരങ്ങളെ ഭയാനകമായ നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് ആ നരകത്തിന്റെ ഗൗരവം അല്ലാഹു തആല വിശദീകരിക്കുന്നത് വഖൂദുഹ അന്നാസു വൽ ഹിജാറ. ആ ഭയാനകമായ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ്. വൽ ഹിജാറ, കല്ലുകളെയുമാണ്. അവിടെ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഈ ഭയാനകമായ നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന കല്ല് ചെങ്കല്ലല്ല, അത് കരിങ്കല്ലാണ് എന്ന് കാണാം. എന്താ? ചെങ്കല്ല് അല്ലാഹു തആല ഒഴിവാക്കി ഭയാനകമായ നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കരിങ്കല്ലാകുന്നു. എന്തേ കാരണം? ചെങ്കല്ലിനേക്കാൾ കത്തിക്കുന്ന വിഷയത്തിൽ 5 പ്രത്യേകതകൾ കരിങ്കല്ലിനുണ്ട്. നമ്മുടെ ഭാവനയിൽ കരിങ്കല്ല് നല്ല ഉറപ്പുള്ളതാ. അതുകൊണ്ടാണല്ലോ നമ്മൾ വീട് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് പലവരും പറയും, ഫൗണ്ടേഷൻ എന്തായാലും കരിങ്കല്ലാവണം, ഇനി തറ ചെങ്കല്ലായാലും കുഴപ്പമില്ല. പിന്നെ ചിലവരെന്ത് ചെയ്യും, ഫൗണ്ടേഷനും അതുപോലെ തന്നെ തറയും ചെങ്കല്ലാക്കും. അത് വിവരദോഷാന്നൊരു കണക്കില്. ഞാനൊരു എഞ്ചിനീയറിംഗിന്റെ ഭാഗത്തിലേക്ക് കടക്കല്ല. വാസ്തവത്തില് ഫൗണ്ടേഷനും നല്ലത് ചെങ്കല്ലാണ്, കരിങ്കല്ലിനേക്കാളും. വെള്ളത്തിന് ക്ഷാമമുള്ളയിടത്ത് പ്രത്യേകിച്ചും. കാരണം കരിങ്കല്ല് കൊണ്ട് ഫൗണ്ടേഷൻ നടത്തുമ്പോ ഇടയിൽ കേപ്പ് വരും. എങ്ങനെ പോയാലും കരിങ്കല്ലുകൾ ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോ അതിന്റെ ഇടയിൽ കേപ്പുകൾ വരും. ആ കേപ്പ് നല്ലവണ്ണം തൂർക്കാൻ സാധിക്കണം. എങ്ങനെ? എതിക്കും മണലത്ത്, പൂയിത്ത്, അല്ലെങ്കിൽ കരിങ്കല്ലിന്റെ പൊടിയിട്ട് നല്ല സർവേ സ്റ്റേഷനിൽ വെള്ളം മതിച്ച് പമ്പ് ചെയ്യുന്നത് പോലെ അതിന്റെ ഉള്ളിലേക്ക് ആ കരിങ്കല്ല് ഒതുക്കി വെച്ചതിന്റെ ഇടകളിലേക്ക് നല്ല മണൽ പൂയിയോ കരിങ്കൽ പൂയിയോ അടിച്ച് വെള്ളം അടിച്ച് ഫിറ്റാക്കി നമുക്ക് നടക്കുമോ? ആ KMIC-യിൽ ഇൽമുൽ അഷ്റഫ് കബത്തേരിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫിറ്റാക്കി നിങ്ങൾക്ക് കരിങ്കല്ല് കൊണ്ട് ഫൗണ്ടേഷൻ കെട്ടാൻ പറ്റുമോ? വീട് പണിക്ക് ഉറപ്പ് കിട്ടും. നേരെ മറിച്ച് അങ്ങനെയൊന്നും വെള്ളം അടിച്ച് മണൽ പൂയി ആ കരിങ്കല്ലിന്റെ ഇടയിലേക്ക് ഫിറ്റാക്കാൻ സാധ്യമല്ലേ? അവിടെ ഏറ്റവും നല്ലത് എന്താണ്? ചെങ്കല്ല് കൊണ്ട് ഫൗണ്ടേഷൻ തൂർക്കലാണ്. കാരണം ചെങ്കല്ലാവുമ്പോൾ അതിന്റെ ഇടയിൽ കേപ്പ് വരികയില്ല. നേരെ മറിച്ച് കരിങ്കല്ലാവുമ്പോൾ ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ ഇടയിൽ കേപ്പ് വരും. ഇനി ഇതിന്റെ മുകളിൽ വലിയ 2000-ലധികമുള്ള മിഷേൻ കല്ല് ചുമരിന്റെ വകുപ്പിലൂടെ, അതുപോലെ തന്നെ വാർപ്പ്, മെറ്റല്, സിമന്റ്, കമ്പി എല്ലാതും പാടെ എത്രയോ ഭാരം ചെല്ലുന്ന സമയത്ത് കാണാം ആ ഫൗണ്ടേഷൻ ഒരു ഞെരിന്നും പറഞ്ഞ് ദോഷികളായ വ്യക്തികളെ ഖബറിലേക്ക് വെച്ചാൽ ഖബർ ഇടുക്കുന്ന സമയത്തുള്ള ഒരു ഇടുക്കല് ആ ഫൗണ്ടേഷന് വരും. അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത്, പക്ഷേ സാധാരണക്കാർക്ക് സമാധാനാണ്.
കുട്ടികളേച്ച് കടന്നുറങ്ങാലോ, വീടല്ലേ, എന്റെ പെരയുടെ തറ കരിങ്കല്ലാണ് എന്നൊരു സമാധാനമുള്ളൂ. പക്ഷെ ശാസ്ത്രീയമായി പല തകരാറുകളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചെങ്കല്ലിനേക്കാൾ എപ്പോഴും മുൻതൂക്കം കരിങ്കല്ലിനാണ്. അത് നാളെ ഭയാനകമായ നരകത്തിലും റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. കാരണം കരിങ്കല്ല് കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറുകയില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ചെങ്കല്ല് നിങ്ങൾ കത്തിച്ചോക്കി ചൂടാക്കി നോക്കി, അത് പെട്ടെന്ന് ചൂടാറും. കരിങ്കല്ല് ചൂടായാൽ പെട്ടെന്ന് അതിന്റെ ചൂട് പോകുകയില്ല. അപ്പൊ ചൂട് കൂടും എന്ന നിലക്ക് കരിങ്കല്ലിനൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ കരിങ്കല്ല് കത്തിച്ചാൽ പുക അധികമായിരിക്കും. നിങ്ങൾ ഒരു ചെങ്കല്ല് തീയിലെത്തൊന്ന് കത്തിച്ചോക്കി, അതിനേക്കാൾ വലിയ പുകയായിരിക്കും കരിങ്കല്ലിന്. അതുപോലെ തന്നെ കരിങ്കല്ലും ചെങ്കല്ലും കത്തിച്ചാൽ കരിങ്കല്ലിനായിരിക്കും വാസന കൂടുക, പ്രത്യേകമായ വാസന കൂടും. അതുപോലെ തന്നെ പുകയും കൂടും. അതുപോലെ തന്നെ കരിങ്കല്ല് കത്തിച്ച് ഒന്ന് ശരീരത്തിൽ വെച്ചോക്കി, നമ്മൾ സാധാരണ ശരീരത്തിലെ തൊലിങ്ങത്ത് ഉരുകിങ്ങത്ത് പോരും. നേരെ മറിച്ച് ചെങ്കല്ല് കത്തി ചൂടാക്കി ശരീരത്തിൽ വെച്ചാൽ തൊലി ഉരുകിപ്പോരുകയില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ 5 പ്രത്യേകതയുണ്ട് ചൂടാക്കുന്ന വിഷയത്തിൽ കരിങ്കല്ലിന്. അങ്ങനത്തെ ഭയാനകമായ കരിങ്കല്ലാണ് നാളെ മഹ്ശറയിൽ ഭയാനകമായ നരകത്തിൽ കത്തിക്കാൻ അള്ളാഹു ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് ആ മനുഷ്യരെയും ഇതേ രൂപത്തിലുള്ള ഭയാനകമായ ഈ കരിങ്കല്ലിനെയും കത്തിക്കപ്പെട്ട് ചൂടാക്കിയ ആ നരകമുണ്ടല്ലോ, ആ നരകത്തിനെ തൊട്ട് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബമിത്രാദികളുടെ ശരീരത്തെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന വലിയ ഒരു താക്കീത് വിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായ ശുദ്ധിയിൽ നാം ശ്രദ്ധിക്കുക. ഞാൻ എന്റെ വിഷയം അതിലേക്കല്ല കടക്കുന്നത്. നമ്മുടെ കുടുംബമിത്രാദികളുടെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തില് ആ ഭക്ഷണം അനുവദനീയമായ മാർഗത്തിലാവണമെന്ന് നമ്മളൊക്കെയും പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ഭാര്യന്മാർക്ക് നിർബന്ധമായും അറിയേണ്ട ഒരുപാട് മസ്അലകൾ. നമ്മുടെ ക്ലാസ് റൂമിൽ സാധുവായ ഞാൻ ഏകദേശം 1 വർഷം 1.5 വർഷത്തോളമായി KMIC-യിൽ ഒരു വലിയ പ്രവർത്തകനായി പ്രവർത്തിക്കുന്നു. ആ KMIC-യിലേക്ക് വന്ന ഉടനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് പുതിയ ശ്രോതാക്കൾ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് സഹോദരിമാരുടെ ആവശ്യം കണക്കിലെടുത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാകുന്ന ഒരു സേവനം എന്ന നിലക്ക്, അത്രയല്ലേ, ഓരോരുത്തരെ കൊണ്ട് ഓരോ ഉപകാരങ്ങളാണ്. നമ്മുടെ മുസ്തഫ KSB അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ, അദ്ദേഹം പഠിച്ച ഇൽമ്, ഭൗതികമായ ആ വിജ്ഞാനം, നമ്മുടെ വീട്ടിൽ സംബന്ധമായ കരഞ്ചു സംബന്ധമായ വിഷയങ്ങൾ, അത് അദ്ദേഹം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. നമ്മൾ അതിനാരും പൈസ കൊടുക്കുന്നില്ല. കാരണം ഞാൻ മുസ്തഫ KSBയുടെ മുഖസ്തുതി പറയല്ല. എനിക്കറിയാം, ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് സംഗതി അന്വേഷിച്ചോക്കൊണ്ടു കൊരങ്ങനെ പൊളിച്ച് മോത്തിക്കിട്ട മാറിക്കാലം നോക്കി അത് കണ്ടിട്ടില്ലേ? നിങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, ഒരു 12 മണിയേക്കണ്. ഇനി സാറേ എപ്പോഴാ വളാഞ്ചേരിക്ക് ബസ്സിന് ചോദിച്ചോക്കൊണ്ടു ഓലപ്പ അവിടെ ബോധം എഴുതി വെച്ചിട്ടില്ലേ, അത് പോയി വായിക്കലാ എന്ന് പറയും. നോക്കി നിങ്ങൾ ഒരു വ്യക്തമായ മറുപടി. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോട് സാറേ ഇനി എപ്പോഴാ വടകരക്ക് വണ്ടി അല്ലെങ്കിൽ കൊയിലാണ്ടിക്ക് എപ്പോഴാ വണ്ടി, അവിടെ പുറത്ത് ബോർഡുണ്ടടാ, അത് പോയി വായിച്ചു നോക്കുന്ന മതി. ഇതൊന്നും പറഞ്ഞുതരാൻ നേരമില്ല. അങ്ങനെ ഏത് ഗവൺമെന്റ് ഓഫീസിലേക്കും ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു വിഷയങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ വ്യക്തമായ ഒരു മറുപടി കിട്ടില്ല. എങ്കിൽ ഞായറാഴ്ച 3 മണിക്ക് നിങ്ങൾ KMIC വന്ന് നോക്കി, ഒരു പ്രയാസമില്ല. ചിരിച്ച് കളിച്ച് നമ്മുടെ കരണ്ട് സംബന്ധമായ വിഷയങ്ങൾക്കുള്ള ഏത് ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി യാതൊരു പൈസക്കും ചെലവില്ലാതെ നമ്മുടെ മുസ്തഫ KSB നമുക്ക് വിശദീകരിച്ചു തരാൻ. ഞാൻ പറയുന്നത് ഓരോരുത്തരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഓരോ ഉപകാരങ്ങളാണത്. ഓരോ ഉപകാരങ്ങൾ. അതുപോലെ സാധുവായി എനിക്ക് പറയാനുള്ളത്, എന്നെ കൊണ്ട് ഞാൻ പഠിച്ചത് കരണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് മെക്കാനിക്കല്ല. സാധുവായ ഞാൻ പഠിച്ചുണ്ടാക്കിയത് വളരെ ഫിഖിഹിയായ മസ്അലകളാണ്.
അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നൊരു ഉപകാരമാണ് ഒരുപാട് സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന എനിക്കറിയുന്ന കുറച്ച് മസാലകൾ നമ്മുടെ KMIC-യിലൂടെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മുടെ മയ്യത്ത് പരിപാലന ക്ലാസ്സിനെ പോലെ സുദീർഘമായി ചിലപ്പം അത് ദിവസങ്ങൾ നീണ്ടേക്കാം, ചിലപ്പം ഒരു 6 or 7 അല്ലെങ്കിൽ 8 or 9 ദിവസം വന്നേക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരിമാരോടും ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരന്മാരോടും ഇന്ന് നമ്മുടെ സമൂഹത്തില് നമ്മുടെ ദൈനംദിനം ജീവിതത്തില് വളരെ അത്യന്താപേക്ഷിതമായി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട മസലയാണ് സ്ത്രീകളുടെ ബ്ലഡുമായി, സ്ത്രീകളുടെ രക്തവുമായി ബന്ധപ്പെട്ട മസലകൾ. പക്ഷേ ഇന്നത് പറയാനും പാടില്ല, പറഞ്ഞവരെ ചിലപ്പം കളിയാക്കാൻ വരെ ആളുകളുണ്ടായേക്കാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഭാര്യന്മാരുടെ നിസ്കാരങ്ങൾ ബാത്തിലാകുന്നു, എത്രയോ വക്കത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗൾഫില് 5.5 കൊല്ലം എന്റെ നാട് കാണാതെ എന്റെ കുടുംബത്തെ കാണാതെ അതല്ലെങ്കിൽ താടി നരച്ച് മീശ നരച്ച് തല കഷന്തിയായി ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് കിട്ടിയത് എന്റെ ഭാര്യ സന്താനങ്ങളെ ആലോചിച്ചിട്ടാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എങ്കിൽ ഞാൻ ഈ നിലക്ക് ഞാൻ ഒരു രോഗിയായത്, ഞാനൊരു പ്രായാധിക്യമുള്ളവനായി തീർന്നത് എന്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി അവർക്ക് 10 രൂപ തെണ്ടിക്കാൻ വേണ്ടി അവരുടെ ഒരു ഭൗതികമായ ജീവിതം സുഖകരമാക്കി കൊടുക്കാൻ വേണ്ടി എങ്കിൽ വലിയ ഒരു ഉത്തരവാദിത്തം നാളെ ആഖിറത്തിൽ ആ കത്തിക്കാളുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കരിങ്കല്ല് കൊണ്ട് കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്ന് എന്റെ ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തേണ്ട വലിയ ഒരു ഉത്തരവാദിത്തം എന്നിലുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായാൽ നമുക്ക് അല്ലാഹു തആല തൗഫീക്ക് ചെയ്ത് ഏത് വിഷയങ്ങളും നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ പഠിക്കാൻ സൗകര്യമുള്ള ഒരു ആധുനിക യുഗത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ KMIC-യുടെ എല്ലാവിധ ഉപകാരങ്ങളും ഉപയോഗപ്പെടുത്തി എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ശ്രോതാക്കളോടും അൽഹംദുലില്ലാ ഇതിലേറെക്കുറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ബൈലക്സ് ആണ്, എതൊക്കെ അപ്ഡേഷൻ സംഭവിച്ചേക്കാം, DC ആയേക്കാം, നെറ്റ് പ്രോബ്ലം വന്നേക്കാം, തകരാറുകളൊന്നുമില്ലെങ്കിൽ ഇന്ന് നമ്മുടെ മൗലിദിനു ശേഷം നമ്മുടെ സ്ത്രീകൾ നിർബന്ധമായും അറിയേണ്ട അതൊരു സാധാരണക്കാരെന്നും മനസ്സിലാകുന്ന രീതി, ഞാൻ ഉസ്താദന്മാരെ കണക്കിലെടുത്തുള്ള ഒരു ക്ലാസ് അല്ല, നമ്മുടെ 8ഉം 10ഉം തിരിയാത്ത, എന്താണ് ദീനെന്ന് തിരിയാത്ത, എന്താണ് ഫിഖ് എന്ന് തിരിയാത്ത ഒരുപാട് സാധാരണക്കാരായ നമ്മുടെ ശ്രോതാക്കളെ കൂടി പരിഗണിച്ച് ഒരുപാട് പല ഉദാഹരണത്തിലൂടെ ഒരു സ്ത്രീക്ക് ഒരു രക്തം വ്യത്യസ്തമായ സമയങ്ങളിലേക്കും കാണുമ്പോ അല്ലാഹുവേ ഈ സമയത്ത് ഞാൻ നിസ്കരിക്കുകയാണ് വേണ്ടത്, അതല്ല ഈ സമയത്ത് ഞാൻ നിസ്കരിക്കുകയല്ല വേണ്ടത് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവണം. ഒരു ശ്രോതാവ് അത് മനസ്സിലാക്കിയാൽ ചിലപ്പം KMIC-യുടെ ശബ്ദം എത്താത്ത, KMIC എന്താണെന്നറിയാത്ത എത്രയോ കുടുംബമിത്രാദികൾ നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ അയൽവാസികളിലുണ്ട്, നമുക്ക് ബന്ധപ്പെട്ടവരിലുണ്ട്. അവർക്ക് അത്തരമൊരു വിഷയമുണ്ടാകുമ്പോ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് സാധുവായ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം എന്ന നിലക്ക് ഞാൻ എന്റെ എന്നെ കൊണ്ട് വഹിക്കുന്ന ഒരു സഹായം KMIC-ക്ക് ഞാൻ ചെയ്യുകയാണ്. അങ്ങനെ ഓരോ പ്രവർത്തകരുമുണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ, പല വിഷയത്തിലും കഴിവുള്ള പല ഉസ്താദന്മാരും പല ഭൗതികമായ അഭ്യസ്ത വിദ്യരുമുണ്ട്. അവരോടൊക്കെയും ഞാൻ പറയുന്നു, പടച്ചവനെ, നമ്മുടെ ക്ലാസ് റൂമിൽ വീട് സംബന്ധമായ കാര്യങ്ങൾ അറിയുന്ന പല എഞ്ചിനീയർമാരും നമ്മുടെ ക്ലാസ് റൂമിൽ ശ്രോതാക്കളുണ്ട്. പക്ഷെ അവരുടെ ജീവിത തിരക്കിനിടയിൽ, അവരുടെ ജോലി തിരക്കിനിടയിൽ ചിലപ്പോൾ നമ്മുടെ KMIC-യിൽ മൈക്കെടുത്ത് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. എനിക്കറിയാം, ബാംഗ്ലൂരിലും പല സ്ഥലങ്ങളിലുമുള്ള നല്ല സിവിൽ എഞ്ചിനീയർമാർ, നല്ല ആർക്കിടെക്ട് എഞ്ചിനീയർമാർ നമ്മുടെ ക്ലാസ് റൂമിലെ ഇസ്ലാമിക വിഷയങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് നല്ല നല്ല കഴിവുള്ളവരുണ്ട്. അവരോടൊക്കെ ഞാൻ എന്റെ ശബ്ദം ഈ സമയത്ത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ പറയുന്നു,
വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വെറും ഒരു മസ്അല പറയൽ മാത്രമല്ല, മറിച്ച് അവനവനെ കൊണ്ട് അറിയുന്ന ഒരു വിഷയം, ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കല് ദീനിയായ ഉപദേശങ്ങളിൽ പെട്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു ഒറ്റ വാക്ക് പറയാം. ഒരു വീട് സംബന്ധമായി ഒരു അറിയുന്നൊരു വ്യക്തിയാണ് എങ്കിൽ ഒരു സാധാരണക്കാര് ഒരു വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അത് ഇസ്ലാമികമായി വലിയ മഹത്വമാണ്. അതുകൊണ്ട് അത്തരം എന്റെ ശബ്ദം ഇസ്ലാമികമായി ക്ലാസുകൾ കേൾക്കുന്ന അങ്ങനത്തെ കഴിവുള്ള വ്യക്തികളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരുപാട് സാധാരണക്കാർ ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവരാ. എന്താണൊരു വീട് പണി? അതിനൊരു എട്ടും പൊത്തും തിരിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ മുസ്തഫ KSB കലഞ്ചിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, അദ്ദീനു അന്നസിഹ, അദ്ദീനു അന്നസിഹ, അദ്ദീനു അന്നസിഹ. ദീൻ എന്ന് പറഞ്ഞാൽ സദുപദേശമാണ്. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, നബിയെ ആരോടാണ് നസീഹത്ത്? റസൂലുള്ള പറഞ്ഞു, അല്ലാഹു തആലാനോട്. അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞു വലിയ ആമ്മത്തിൽ മുസ്ലിമീൻ എന്ന ഹദീസിന്റെ അവസാനം കാണാം, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പൊതുജനത്തിനോട്. ആ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പൊതുജനത്തിനോടുള്ള ഉപദേശം എങ്ങനെ? അവരുടെ ദുന്യവിയായ ഉഖറവിയായ ആവശ്യങ്ങൾക്കുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന അവരുടെ കൂട്ടത്തില് വ്യത്യസ്തമായ കഴിവുള്ളവരുണ്ട്. അവരവരുടെ കഴിവ് ഈ KMICയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് KMICയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരു ഉപദേശമല്ല, ഞാനൊരു എന്റെ ഒരു ആശയം ഞാൻ നിങ്ങളുമായി ഒപ്പം പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇപ്പോഴുള്ള ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കറിയുന്ന മസ്അലകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മൗലിദിന്റെ ശേഷമുള്ള നമ്മുടെ ഫിഖ്ഹിയായ ചർച്ചയിൽ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടന്നു വരാതെ ഒരു 6-7 ദിവസം വേണ്ടി വരുമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാൻ ഒരൊറ്റ വാക്കുകൂടി പറയട്ടെ. പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഭാര്യയ്ക്ക് കാണുന്ന രക്തം അത് ഹൈളാണോ ഇസ്തിഹാലത്താണോ നിഫാസാണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ചോദ്യത്തിലൂടെ അവസാനിക്കുന്ന ഒരു വിഷയമല്ല. ഒരു ചോദ്യത്തിലൂടെ അവസാനിക്കുന്ന വിഷയമല്ല. നിങ്ങളിൽ നിന്ന് ഒരാള് എന്നോട് വിളിച്ചു ചോദിച്ചു, അല്ല ഉസ്താദെ, എന്റെ ഭാര്യയ്ക്ക് ഇന്നാലിന്റെ രൂപത്തിൽ രക്തം കാണുന്നു, പക്ഷെ എന്നെ കൊണ്ടൊരു 10 മിനിറ്റ് കൊണ്ട് അതിന് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം അതിന്റെ ഗൗരവം തിരിയാൻ ഒരൊറ്റ കാര്യം ഞാൻ ഉണർത്താം. ഒരു പെണ്ണ് ഇസ്തിഹാലത്ത് ബ്ലീഡിംഗ് രോഗികൾ 7 രൂപത്തിലാണ് ഇസ്ലാം അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഈ 7 കോലത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് എന്റെ ഭാര്യയ്ക്ക് രക്തം കാണുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ 7 രൂപത്തിലുള്ള വിധികളിൽ നിന്ന് ഇന്ന രൂപത്തിലാണ് എന്റെ ഭാര്യയുടെ രക്തം കാണുന്ന അവസ്ഥ, അതുകൊണ്ട് എന്റെ ഭാര്യ ഈ കോലത്തില് ഇന്ന രൂപത്തിലുള്ള വിധിയിലേക്കാണ് മാറുക എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഇസ്തിഹാലത്ത് രോഗികൾ 7 വിഭാഗമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് പറയുന്നു, അത് കടലാസിൽ വേറെ എഴുതി വെക്കണം. നിങ്ങൾ കടലാസിൽ എഴുതി വെക്കണം. എന്നിട്ടിതാ ഇസ്തിഹാലത്തുകാരി 1ാമത്തെ രൂപം, ഇസ്തിഹാലത്തുകാരി 2ാമത്തെ രൂപം, 3ാമത്തെ രൂപം എന്നങ്ങനെ എഴുതി വെച്ച് ഒരു സഹോദരിക്ക് രക്തം കാണുമ്പോ ഈ 7 രൂപത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഈ രക്തം കാണുന്നത് എങ്കിൽ അത് 3ാമത്തെ രൂപത്തിലാണ് എങ്കിൽ അതിന്റെ ഇസ്ലാമിക വിധി, ഈ പെണ്ണ് ഈ സമയത്ത് നിസ്കാരം എങ്ങനെ നിർവഹിക്കണം, അതെല്ലാം നിർവഹിക്കാതിരിക്കുകയാണോ വേണ്ടത്? അതൊരു വിശാലമായ പഠനം തന്നെയാണ്. അല്ലാഹു തആല കഴിവിന്റെ പരമാവധി അത്തരം കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി നമ്മുടെ നാളെ ആഖിറത്തിലുള്ള ജീവിതത്തിൽ റബ്ബേ ഒരു വഖത്ത് നിസ്കാരം ഖളാ ആയതിന്റെ പേരിലുള്ള ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി വിശദീകരണങ്ങളും അതിന്റെ
ഗൗരവങ്ങളൊക്കെയും നമ്മുടെ ക്ലാസുകളുടെ തുടക്കത്തിൽ നമുക്ക് കുറിക്കാം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെല്ലാം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്റെ പ്രവർത്തനം KMICക്ക് എന്താ വേണ്ടത്? എല്ലാരോടും ഞാൻ പറയുന്നു, എല്ലാവരുടെ പ്രവർത്തനം, മെയിൻ പ്രവർത്തനം എന്താ? ഒഴിവുള്ള സമയത്തൊക്കെയും നിങ്ങൾ ക്ലാസ് റൂമിൽ ഐക്യത, അത് വലിയൊരു പ്രവർത്തന. കാരണം ഒരു സദസ്സിനെ മുൻപന്തിയിൽ നിർത്തുക, ഇസ്സത്തിലാക്കി നിർത്തുക, അത് വലിയൊരു വിഷയമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല അബൂറയ്യാൻ ഉസ്താദെ നിങ്ങളെ ഐഡിയ എല്ലാ സമയത്തും ക്ലാസ് റൂമിൽ കാണുന്നില്ലല്ലോ. കാരണം എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല, കാരണം ചിലപ്പം ലാപ്ടോപ്പ് സംബന്ധമായി കൂടുതൽ വിവരമില്ലാത്തതുകൊണ്ട് കുറെ സമയം ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ അത് ഹാങ് ആവുക പരിപാടി ഉണ്ട്. ചിലപ്പം കാരണം പല ബോക്സുകളും ഇങ്ങനെ വരും, പിന്നെ അതാകെ കൂടെ ചിലപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു കോലത്തിലൊക്കെ ആകും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ ചിലപ്പം കമ്പ്യൂട്ടറിനൊക്കെ നല്ല പരിചയമുള്ള, എന്ത് സംഭവിച്ചാലും അപ്പൾക്കപ്പൽ അത് ശരിയാക്കാൻ കഴിവില്ല എത്രയോ പ്രവർത്തകരുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി പലരും ഇപ്പൊ എന്താണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഐഡിയതാതെ റേഡിയോ വൈക്ക് സുഖമായി ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. കാരണം അതങ്ങനെ റേഡിയോ വൈക്കാവുമ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായി ഇരുന്ന് കേൾക്കുക. സംഗതികൾ വിഷയം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലാസ് റൂമിനെ ഇസ്സത്തിലാക്കുക. ആൾപ്പെരുപ്പം അത് ഇസ്ലാമികമായ ഒരു വിഷയമാണ്. ഞാനൊരു ഒറ്റ മസ്അല പറയാ, സമയം പർച്ചോനെ 24 ഉസ്താദുമാർ ചൂടാവും. ഒരൊറ്റ മസ്അല ഞാൻ പറയാ. കാരണം നരച്ച മുടി കറപ്പിക്കാൻ പാടില്ല എന്നാണ്, അല്ലെ? ആ മസ്അലങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ. നരച്ച മുടി കറപ്പിക്കാൻ പാടില്ല, പക്ഷെ ഒരാവശ്യത്തിന് വേണ്ടി കറപ്പിക്കാനാണ്. യുദ്ധത്തിന് പോകുമ്പോ നമ്മുടെ ശക്തി, നമ്മുടെ ആരോഗ്യം, ഇവർ നല്ല ചെറുപ്പക്കാരാണെന്ന് തെളിയിക്കാൻ വേണ്ടി യുദ്ധത്തിന് പോകുന്ന സമയത്ത് മുടി കറപ്പിക്കാമെന്നാണ് മസ്അല. നരച്ച മുടി കറപ്പിക്കാം, അത് ഇസ്സത്ത് വെളിവാക്കാനാണ്. അപ്പൊ ഇസ്സത്ത് വെളിവാക്കാന്നുള്ളത് ഇസ്ലാമിൽ വലിയ ഒരു മഹത്വമാണ്. അപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിന്റെ രംഗത്ത് KMIC എന്നും മുൻപന്തിയിൽ നിൽക്കുക, അത് വലിയൊരു ഇസ്സത്താണ്. അപ്പൊ എല്ലാ ശ്രോതാക്കളും ആദ്യമായി ചെയ്യേണ്ട, ഫസ്റ്റിലെ KMICക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു പ്രവർത്തനം, കഴിവിന്റെ പരമാവധി കമ്പ്യൂട്ടർ ഉള്ളവര് അതിൽ ബൈലക്സ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ബൈലക്സ് ശരിയാക്കി അതിലൊരു ഐഡിയത്ത്, ഞാൻ എന്നും ക്ലാസ് റൂമിൽ ഒരു ഐഡിയ ഇട്ട് KMICയെ ഓൺലൈൻ രംഗത്ത് എന്നും മുൻപന്തിയിൽ നിർത്തുന്ന ഒരു പ്രവർത്തനം, അത് ക്ലാസ്സിലേക്ക് ഉസ്താദന്മാർക്ക് വരുമ്പോൾ ആവേശം. ചിലപ്പോൾ ആളുകൾ കുറെ കാണുമ്പോ പറയാനൊരു ആവേശം ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഐഡിയത്ത് വേറെ എവിടെങ്കിലും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ ക്ലാസ് റൂമിലുള്ള എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ശ്രോതാക്കളോടും KMICക്ക് വേണ്ടി നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യേണ്ട പ്രവർത്തനം, ഒരു ഐഡിയ ഇട്ട് നിങ്ങൾ സഹായിക്കുക. അല്ലാഹു തആല ആ ഒരു ഐഡിയ ഇട്ട് നമ്മൾ ഈ ക്ലാസ് റൂമിനെ ഇസ്സത്തിലാക്കൽ കാരണം നാളെ ആഖിറത്തിൽ ഇസ്സത്തുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാച്ചിലേക്ക് നോക്കാതെ സമയം നീണ്ടുപോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്ഷമിക്കണമെന്ന് ഉണർത്തി, ഇലാ ഹളറത്ത് റൂഹി നബിയിന വ ഹബീബിന വ ഷഫീഇന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ അർവാഹി ജമീഇ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ.